കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആംഗിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ആംഗിയെ കൂടുതൽ ഇടങ്ങളിൽ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും. സുഹൃത്തുക്കൾക്കൊപ്പം ഒളിവിൽ കഴിഞ്ഞിരുന്ന കടവന്ത്രയിലെ അപ്പാർട്ട്മെന്റിലെത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി വൈകിട്ടോടെ ആംഗിയെ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയതിനു പുറമെ ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയതിനും മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിനും ആംഗിക്കെതിരെ എറണാകുളത്ത് കേസുകളുണ്ട്. നിതിൻ സേവ്യറാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടെയൊക്കെയാണ് തെളിവെടുപ്പുള്ളത്? കോതമംഗലം CA ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ അർജുൻ ആംഗിയെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇന്നും പരമാവധി തെളിവെടുപ്പ് നടത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെയും കടവന്ത്രയിലടക്കം എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഒപ്പം ചോദ്യം ചെയ്യലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം മറ്റ് കേസുകൾ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ്. പ്രത്യേകിച്ച് ഈ കേസ് കൂടാതെ മറ്റ് 2 കേസുകൾ കൂടി നിലവിൽ അവശേഷിക്കുന്നുണ്ട്. ഒപ്പം ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ അല്ലെങ്കിൽ തെളിവെടുപ്പിൽ തന്നെ ഈ മൊബൈൽ ഫോൺ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കോതമംഗലം CA ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണോ ഭീഷണിപ്പെടുത്തിയ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ ഫോൺ ആണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ ആ ഫോണും കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റു 2 കേസുകൾ, ഊന്നുകൽ CIനെ ഭീഷണിപ്പെടുത്തിയുള്ള കേസുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതിന് റൂറൽ പോലീസ് സൈബർ ചെയ്ത മറ്റൊരു കേസ് കൂടിയുണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെ തന്നെ വിശദമായി തന്നെ അർജുൻ ആംഗിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിച്ചാലും അർജുൻ ആംഗിക്ക് അത്ര പെട്ടെന്ന് ഊരിപ്പോകാൻ സാധിക്കില്ല. മറ്റ് 2 കേസുകൾ കൂടി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിന്റെ കുരുക്ക് മുറുകുകയാണെന്ന് തന്നെ പറയാം. ഒപ്പം മറ്റൊരു കേസ് കൂടിയുള്ളത്, തുടക്കത്തിൽ ഈ കേസിനെല്ലാം കാരണമായ കോതമംഗലം CA ഇവരെ കസ്റ്റഡിയിലെടുത്ത കേസ്, അതായത് സുഹൃത്തിന്റെ വിവാഹാഘോഷത്തിനെത്തിയ ശേഷം റിസോർട്ടിൽ വെച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിനായിരുന്നു അർജുൻ ആംഗിയെ തുടക്കത്തിൽ കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച ഈ കേസിന്റെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കേസിലും അർജുൻ ആംഗിക്ക് പിടിമുറുകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നത്. ഇന്നലെ കടവന്ത്ര RK അപ്പാർട്ട്മെന്റിൽ സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇവിടെ കോതമംഗലം CA ഭീഷണിപ്പെടുത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം ഇതിനുശേഷം ഈ തെളിവെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴും പുച്ഛത്തോടെ തന്നെയാണ് അർജുൻ ആംഗി മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചിട്ടുള്ളതും. നായയെ കൊന്ന കേസല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നായിരുന്നു അർജുൻ ആംഗിയുടെ പ്രതികരണം. ഒപ്പം തന്നെ താൻ ഫോണൊക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ട്, ഫോർമാറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് എന്ന പുച്ഛത്തോടെയുള്ള പ്രതികരണവും അർജുൻ ആംഗിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും അർജുൻ ആംഗിക്ക് ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ ഇങ്ങനെ പുറകെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസിന്റെ പിടിയിൽ നിന്നും ഊരിപ്പോകാൻ അത്ര എളുപ്പമായിരിക്കില്ല. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.